തൃണമൂൽ കോൺഗ്രസിന് പശ്ചിമ ബംഗാളിൽ കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. കാരണം ദക്ഷിണ 24 പർഗാനാസ് ജില്ലയിലെ അതീവ നിർണായകമായ ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ റീപോളിംഗിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നത്. 24 പർഗാനാസ് ജില്ലയിൽ 2ാം പ്രാവശ്യം ആണ് റീപോളിംഗ് നടക്കുന്നത്. പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ടിംഗ് മെഷീനിൽ BJP ചിഹ്നം മറച്ചതായി വ്യാപകമായ പരാതികൾ അന്ന് ഉയർന്നിരുന്നു. ഫാൽത്തയിലെയും രഘുനാഥ്പൂരിലെയും അടക്കം ചില ബൂത്തുകളിൽ ചിഹ്നത്തിന് മുകളിൽ ടേപ്പ് ഒട്ടിച്ച് മഷി പുരട്ടിയും മറച്ചതായാണ് BJP അന്ന് ആരോപിച്ചത്. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ പരിശോധനയിൽ അത് സത്യമാണ്. ആ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് മനസ്സിലാക്കിയതോടുകൂടിയാണ് വീണ്ടും ഒരു റീപോളിംഗിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത്. 2ാം ഘട്ട വോട്ടെടുപ്പ് നടന്ന ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിലെ ഫാൽത്തയിലും മറ്റു ചില ബൂത്തുകളിലും EVM-ൽ BJP ചിഹ്നമായ താമരയ്ക്ക് മുകളിൽ ടേപ്പ് ഒട്ടിച്ചതായും BJP IT സെൽ കണ്ടെത്തിയിരുന്നു. സമാനമായ 1ാം ഘട്ടത്തിൽ രഘുനാഥ്പൂരിലെ ബൂത്തിൽ ചിഹ്നത്തിന് മുകളിൽ മഷി പുരട്ടിയതായും പരാതി ഉയർന്നിരുന്നു. പരാതികളിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ക്രമക്കേടുകൾ നടന്ന സൗത്ത് 24 പർഗാനാസ് ജില്ലയിലെ 15 ബൂത്തുകളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റീപോളിംഗ് നടത്തി. തൃണമൂൽ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജിയുടെ പാർലമെന്റ് മണ്ഡലമായ ഡയമണ്ട് ഹാർബറിന് കീഴിൽ വരുന്ന നിയമസഭാ സീറ്റാണിത് എന്നതിനാൽ തന്നെ ഈ പിന്മാറ്റം മമതാ ബാനർജിക്കും പാർട്ടിക്കും ദേശീയ തലത്തിൽ തന്നെ കനത്ത രാഷ്ട്രീയമായ ഒരു തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. മെയ് 21 മണ്ഡലത്തിലെ മുഴുവൻ ബൂത്തുകളിലും വോട്ടെടുപ്പ് നടക്കാനിരിക്കെയാണ് ഈ നാടകീയമായ നീക്കം എന്നതാണ് ഏവരെയും ഞെട്ടിക്കുന്നത്. പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ചൊവ്വാഴ്ചയാണ് താൻ ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന് ജഹാംഗീർ ഖാൻ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ ഏപ്രിൽ 29 നടന്ന വോട്ടെടുപ്പിനിടെ ഫാൽത്ത മണ്ഡലത്തിൽ വ്യാപകമായ ആക്രമണ സംഭവങ്ങളും ക്രമക്കേടുകളും നടന്നതായി ആരോപണം ഉയർന്നിരുന്നു. വോട്ടർമാരെ ഭീഷണിപ്പെടുത്തൽ, ബൂത്ത് പിടുത്തം, EVM തകരാറിലാക്കൽ തുടങ്ങിയ ഗുരുതരമായ ജനാധിപത്യ ലംഘനങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫാൽത്തയിലെ ആദ്യ വോട്ടെടുപ്പ് പൂർണ്ണമായും റദ്ദാക്കിക്കൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയായിരുന്നു. തുടർന്ന് മണ്ഡലത്തിലെ 285 ബൂത്തുകളിലും മെയ് 21 പുതിയതായി വോട്ടെടുപ്പ് നടത്താൻ കമ്മീഷൻ ഉത്തരവിടുകയായിരുന്നു. കൂടാതെ ഏപ്രിൽ മാസത്തിൽ തന്നെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UP-യിലെ സ്പെഷ്യലിസ്റ്റ് എൻകൗണ്ടർ അജയ് പാൽ ശർമ്മയെ പശ്ചിമ ബംഗാളിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി തന്നെ നിയമിച്ചുകൊണ്ട് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. അന്ന് ഈ ജഹാംഗീർ ഖാനുമായി അജയ് പാൽ ശർമ്മ വലിയ രീതിയിൽ തന്നെ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന പല സംഭവ വികാസങ്ങളും പശ്ചിമ ബംഗാളിൽ ഉടലെടുത്തിരുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ അജയ് പാൽ ശർമ്മ ജഹാംഗീർ ഖാന്റെ വീട്ടിൽ ചെന്നവരെ മര്യാദയ്ക്ക് ഇരിക്കണം, തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിയാൽ അതിനെതിരെ ഞാൻ ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്ന് അജയ് പാൽ ശർമ്മ ജഹാംഗീർ ഖാൻ ഒരു നിർദ്ദേശം നൽകുകയും ഒരു താക്കീത് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ റീപോളിംഗ് നടത്തിയാലും അവിടെ BJP തന്നെ വിജയിക്കും. വമ്പിച്ച ഒരു വൻ തോൽവി ഏറ്റുവാങ്ങി ജഹാംഗീർ ഖാൻ നാണം കെടുന്നതിനേക്കാൾ നല്ലതാണോ ഈ ഇപ്പോൾ തന്നെ പിന്മാറുന്നത് എന്നത് ആലോചിച്ചിട്ടാണോ ഈ ഒരു പിന്മാറ്റം എന്നാണ് സമൂഹ മാധ്യമങ്ങളടക്കം ജനങ്ങൾ ഇപ്പോൾ ചോദിക്കുന്നത്.